ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് കുഞ്ഞൊരു ഈവനിങ് വ്ളോഗ് കണ്ടാലോ? ഒരു ബർത്ത്ഡേ പാർട്ടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്ത് നിങ്ങളുടെ മുന്നിലൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ മിസ് ചെയ്യാതെ മൊത്തം കാണണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് കടന്നാലോ? അപ്പോൾ ഞാനും അമ്മും അക്കുവാണ് ആദ്യം ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഞാനും അമ്മുവും അക്കുവും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇക്കായും കിച്ചും എവിടെ പോയെന്ന് ഞാൻ കാണിച്ചു തരാൻ വഴി കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരുങ്ങി റെഡിയായി കുറച്ച് ഫോട്ടോസും കുറച്ച് റീൽസും ഒക്കെ എടുത്ത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ സമയം എത്രയെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരു 6:15 ആ സമയത്താണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെ ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ വെളിയിൽ നിന്ന് കുറേ നേരം ഞങ്ങൾ ഫോട്ടോസും വീഡിയോസും റീൽസും ഒക്കെ എടുത്തു. കാരണം നമ്മുടെ ഇവിടെ നാച്ചുറൽ പ്ലേസ് ആയത് കാരണം നല്ല രസമാണ് എല്ലാം എടുക്കാൻ. അങ്ങനെ ഞങ്ങൾ സ്കൂട്ടിയിലാണ് നമ്മുടെ ഷോപ്പ് വരെ പോകുന്നത്. അപ്പോൾ നമ്മൾ ഷോപ്പിൽ പോയിട്ട് ബാലൻസ് ചെയ്യാൻ കാണിക്കാം കേട്ടോ. അങ്ങനെ ഞാനും അക്കും അമ്മും കൂടെ നമ്മുടെ സ്കൂട്ടിയിലോട്ട് കയറുകയാണ്. അപ്പം ആരുടെ ബർത്ത്ഡേ ആണെന്ന് ഞാൻ ഒരുപാട് വീഡിയോസിനകത്ത് കാണിച്ചിട്ടുണ്ട്. ശ്രീദേവിയുടെ മോടെയാണ്. അനൂപിനെ ശ്രീദേവി എല്ലാവർക്കും അറിയാൻ പറ്റും, കാരണം ഞാൻ എൻ്റെ വീഡിയോസിലെല്ലാം അവരെ എപ്പോഴും കാണിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഈവനിങ്ങിലാണ് കേക്ക് കട്ട് ചെയ്യലും ഒക്കെ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവിടെ പോയിട്ട് നിങ്ങളുടെ മുന്നിലൂടെ ആ വീഡിയോസൊക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് കാണിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പിന്നെ നമ്മൾ ഒരുങ്ങി വന്നാൽ പിന്നെ കുറച്ച് നേരം നമ്മൾ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുമല്ലോ. അങ്ങനെ ഞങ്ങൾ പോയി റെയിൽവേ ട്രാക്കിൽ കുറേ നേരം അവിടെ ബ്ലോക്കായി നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കഴിഞ്ഞിങ്ങോട്ട് വന്നപ്പോൾ തന്നെ സന്ധ്യ ആയിട്ടുണ്ട് കേട്ടോ. അവിടെ റെയിൽവേ ട്രാക്കിലാണെങ്കിൽ കുറേ നേരം ടൈം പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ വന്ന് കയറുന്നത് ഞങ്ങൾ സ്പൂൺസിലോട്ടാണ്. അപ്പോൾ വരുന്ന വഴിക്കൊക്കെ ഭയങ്കര തിരക്കും ബ്ലോക്കും ഒക്കെയാണ് കേട്ടോ. നമ്മുടെ SRM യൂണിവേഴ്സിറ്റിയുടെ അടുത്തായത് കാരണം ഇവിടെ ഒരുപാട് തിരക്കായിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്ന് നമ്മൾ സ്പൂൺസിൽ കയറിയപ്പോൾ നമ്മുടെ സ്പൂൺസ് ഇന്ന് തുറന്നിട്ടില്ല കേട്ടോ, ക്ലോസ് ആണ് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, ഗ്യാസ് ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. അത് കാരണം ഞങ്ങൾ ഓപ്പൺ ചെയ്തിട്ടില്ലായിരുന്നു. അമ്മും അക്കും അവിടെ വന്ന് സന്തോഷ് ഭായി എന്താ കഞ്ഞിയൊക്കെ കുടിക്കുകയാണ്. അമ്മും അക്കും എന്തൊക്കെയോ കഴിച്ച് അവിടെ വന്ന് അതിനുശേഷം പിന്നെ ഇക്കായും കിച്ചുവും ഞങ്ങൾ എല്ലാവരും അവിടെ നിന്ന് കാർ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോകുന്നത് അനൂപിൻ്റെ വീട്ടിലോട്ടാണ്. ഇപ്പം ഇക്കായും കിച്ചും അവിടെ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ സ്പൂൺസിൽ വന്ന് ഇരുന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ 5 പേരുടെ നേരെ വിവാസിറ്റിയിലോട്ട് വരികയാണ് കേട്ടോ. വിവാസിറ്റി ഞാൻ ഒരുപാട് വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പഴയ വീഡിയോസൊക്കെ കാണുന്നവർക്ക് മനസ്സിലാവും. അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിൽ വരികയാണ് കേട്ടോ. ലിഫ്റ്റിൽ വന്ന് അക്കുട്ടൻ കിച്ചു ബെല്ലടിച്ചിട്ട് അമ്മു അക്കുതേ ഇവിടെ ഒളിച്ച് പാത്ത് നിൽക്കുകയാണ് കേട്ടോ. അമ്മു കണ്ടില്ല ഇവിടെ ഒളിച്ച് നിൽക്കുകയാണ്. അമ്മുക്കുട്ടി 2 വീട്ടിലും അമ്മുക്കുട്ടിയാണ്. എൻ്റെ മോളും അമ്മുക്കുട്ടിയാണ്, അവിടുത്തെ കുഞ്ഞിൻ്റെ പേരും അമ്മു എന്നാണ്. അങ്ങനെ ഞങ്ങൾ വന്ന് കയറി. വേറെ ആരെയും വിളിച്ചിട്ടില്ല കേട്ടോ, നമ്മളെ മാത്രമേ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇതേ കുഞ്ഞു കരച്ചിലാണ്, ബർത്ത്ഡേ കുഞ്ഞിരുന്ന് കരച്ചിലാണ് കേട്ടോ. കേക്ക് കട്ട് ചെയ്തതിന് കരച്ചിലാണ്. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു. പിന്നെ കുറേ നേരം ഞങ്ങൾ ഇവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നു. കുഞ്ഞവിടെ ഇരുന്ന് കരയാണ്, വിളിച്ചിട്ട് അനങ്ങുന്നില്ല കേട്ടോ. അപ്പോൾ കുറേ നേരം അവിടെ കുഞ്ഞ് എല്ലാവരെയും കണ്ടതിൻ്റെ സങ്കടമാണോ എന്താണെന്ന് അറിയില്ല, ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിച്ചു. അപ്പോൾ അന്ന് അനൂപ് ചൈനയിൽ പോയേക്കുമായിരുന്നു. ചൈനയിൽ പോയിട്ട് വന്നിട്ടേ ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ നിങ്ങളുടെ മുന്നേ ഷെയർ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറേ നേരം സംസാരിക്കുകയും പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കുറേ ജ്യൂസും സമൂസയൊക്കെ കഴിച്ച് പിന്നെ പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്നായിരുന്നു പ്ലാനിങ്. അങ്ങനെ കുറേ നേരം ഞാൻ ശ്രീകുട്ടിയുമായിട്ടിരുന്ന് റീൽസൊക്കെ എടുത്തു. അങ്ങനെ കുറേ വീഡിയോസ് എനിക്ക് പിന്നെ പണ്ടേ റീൽസേ ബിഗിലേ എന്ന് പറയുന്ന പോലെ എവിടെ കണ്ടാലും റീൽസ് ഒരു ഹരമായത് കാരണം ഇതാണ് അമ്മുക്കുട്ടി കേട്ടോ. എൻ്റെ മോടെ പേരും അമ്മുക്കുട്ടി എന്നാൽ ഇതിൻ്റെ പേരും അമ്മുക്കുട്ടിയുടെ. അതിൻ്റെ എല്ലാ ബർത്ത്ഡേ അതിൻ്റെ അനിയത്തിയുടെയാണ് ബർത്ത്ഡേ. അങ്ങനെ അമ്മു അക്കും അവിടെ ഇരുന്ന് കേക്ക് കഴിക്കുകയാണ് കേട്ടോ. ശ്രീദേവി എല്ലാവർക്കും കേക്ക് കട്ട് ചെയ്ത് തരികയാണ്. അങ്ങനെ അവിടെ ഇരുന്ന് പിന്നെ ഞാൻ കിച്ചു അവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ അവിടെ നിന്ന് കുറച്ച് സമൂസയൊക്കെ കഴിച്ചു. പിന്നെ ഞാനൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. ഇത് ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന മുട്ടായിയാണ്. ആ ചോക്ലേറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, ഞാൻ കാണിച്ചു തരാം. ഇത് കഴിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, എനിക്കിഷ്ടമായില്ല. ഇത് പച്ച ഇലയെല്ലാം കൂടെ അരച്ചതാണ് കേട്ടോ. പക്ഷെ ഭയങ്കര പാക്കിംഗ് ഒക്കെ ഭയങ്കര ക്വാളിറ്റി പാക്കിംഗ് ഒക്കെയാണ്. പക്ഷെ അത് കഴിക്കാൻ കൊള്ളത്തില്ല കേട്ടോ. അത് ഒരെണ്ണം എടുത്തിങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ എടുക്കുകയാണ് കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമായില്ല. കിച്ച് മാത്രം ടെസ്റ്റ് ചെയ്തു. പച്ച ഇല ഇങ്ങനെ അരച്ച് വെച്ചേക്കുവാണ്. പക്ഷെ ചോക്ലേറ്റ് ആണെന്നുകൊണ്ട് അവിടെ എല്ലാവരും ചൈനയിൽ കഴിക്കുന്നതാണ്. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല അതിൻ്റെ ടേസ്റ്റ്. അങ്ങനെ കിച്ചു ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറയുമ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്തില്ല, എനിക്ക് കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ടെസ്റ്റ് ചെയ്യാന്നുണ്ട് അനൂപാണ് ഈ കിച്ചുവിൻ്റെ വായി വെച്ച് ടെസ്റ്റ് ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോഴേ കിച്ചു അപ്പോഴേ ഓടിയിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്പ്പ് കണ്ടുകൊണ്ട്. ഭയങ്കര കയ്പും പച്ചയില അരച്ച് വെച്ചേക്കാണ്. ഇതാണ് ബർത്ത്ഡേ കുഞ്ഞു കണ്ട. കുഞ്ഞ് കരച്ചിലൊക്കെ മാറി ഇവിടെ നിൽപ്പുണ്ട്.
പിന്നെ അതിനുശേഷം അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് ചെറിയ ചെറിയ കപ്പൊക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചതാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഇത് എന്താ കപ്പലണ്ടി മിഠായിയാണ്, അതുമെല്ലാം അവിടെ നിന്ന് കൊണ്ടുവന്നേ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊക്കെ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ നിങ്ങളുടെ മുന്നിൽ ഷെയർ ആകുന്നത്. ഈ അമ്മ ഇരുന്ന് വീശുന്ന സാധനമൊക്കെ ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന സാധനമാണ്, അമ്മുന് കൊടുത്തതാണ്. അങ്ങനെ എനിക്കും തന്നതാണ് ഇത് എന്തോ ഒരു ഇതാണ്. അതുപോലെ കുറേ സാധനങ്ങൾ എനിക്ക് ബാഗും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ അവിടെ നിന്ന് കൊണ്ടുവന്ന സാധനമാണ്, എനിക്ക് തന്ന ബാഗ് ഇതാണ് കേട്ടോ. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ നോക്കി എടുത്തു കണ്ടു. അങ്ങനെ പിന്നെ തിരിച്ച് ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ ആദ്യം ഞങ്ങൾ ലിഫ്റ്റ് വഴി താഴോട്ട് ഞങ്ങൾ ഫസ്റ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മുക്കുട്ടി ഞങ്ങളുടെ കൂടെ ഓടി വന്നിട്ടുണ്ടായിരുന്നു, ശ്രീകുട്ടിയുടെ മോള്. അങ്ങനെ ഞങ്ങൾ താഴെ വന്നതിന് ശേഷം പിന്നെ അനൂപും ഞങ്ങളുടെ കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ അനൂപിൻ്റെ കാറിൽ പോകാമെന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെ ഞങ്ങളെല്ലാവരും അനൂപിൻ്റെ കാറെടുത്ത് ഞങ്ങളെല്ലാവരും കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് ലോങ് ആണ് കേട്ടോ. പിന്നെ അവിടെ പോയി കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളതാണ് കേട്ടോ. ചില്ലാസിലാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡാണ്. അപ്പോൾ അത് കാരണം ഞങ്ങൾ അവിടെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അവിടെ വന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് എല്ലാവരോടും അങ്ങോട്ട് കയറുകയാണ്. കയറി പിന്നെ കുറേ ഐറ്റംസൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തു. എനിക്ക് സൂപ്പ് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം എനിക്ക് ഭയങ്കര പനിയും ചുമയുമാണ് കേട്ടോ. അത് കാരണം ഞാൻ സൂപ്പ് വേണമെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വേറെ ആർക്കും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ഇക്കായും കിച്ചും മാത്രമേ സൂപ്പ് പറഞ്ഞിട്ടുള്ളായിരുന്നു. അങ്ങനെ ഞാൻ സൂപ്പൊക്കെ ഓർഡർ ചെയ്ത് ഫസ്റ്റ് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ നമ്മളവിടെ പോയാലും പിന്നെ വീഡിയോസ് മിസ്സാക്കാറില്ലല്ലോ. വീഡിയോസും ഫോട്ടോസും പണ്ടേ എനിക്കൊരു ഹരമായതുകൊണ്ട് ഞാൻ എവിടെ പോയാലും ഞാൻ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാറുണ്ട്. അങ്ങനെ കുറേ നേരം ഞാനും ശ്രീകുട്ടിയും കൂടെ വീഡിയോസൊക്കെ എടുത്ത് അപ്പോഴേക്കും നമ്മുടെ സൂപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ സൂപ്പൊക്കെ കുടിക്കാമെന്ന് വെച്ചാൽ ചിക്കൻ സൂപ്പാണ് കേട്ടോ. അപ്പോൾ നല്ല സ്പൈസി ആയതുകൊണ്ട് എനിക്ക് ചുമയും തൊണ്ടവേദനയൊക്കെ പെട്ടെന്ന് മാറും കേട്ടോ. അപ്പോൾ അത് കാരണം അത് കഴിച്ചു. പിന്നെ തന്തൂരിയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തന്തൂരി കൊണ്ടുവച്ചു. പിന്നെ റൊട്ടി കൊണ്ടുവച്ചു. അപ്പോൾ അനൂപാണെങ്കിൽ അവിടെ പോയി ചൈനയിൽ പോയി കഴിച്ച ഓരോ സാധനങ്ങൾ ഞങ്ങളെ മൊബൈലിൽ കാണിച്ചു തരികയാണ് കേട്ടോ. പിന്നെ ബട്ടർ ചിക്കൻ, റൊട്ടി, നാന്, അങ്ങനെ കുറേ ചില്ലി ചിക്കൻ, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനെടുത്ത് എൻ്റെ പ്ലേറ്റിൽ ആകെ ഒരു റൊട്ടി എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് സൂപ്പ് കുടിച്ചത് കാരണം വിശപ്പില്ലായിരുന്നു. പിന്നെ കുറച്ച് ബട്ടർ ചിക്കൻ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാം കഴിച്ച് കഴിഞ്ഞു. ബാലൻസ് എല്ലാവരും ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. ഞങ്ങളിരുന്ന് കഴിച്ചിട്ട് ബില്ലൊക്കെ പേ ചെയ്തു. ഞങ്ങൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇനി നേരെ അനൂപിൻ്റെ വീട്ടിലോട്ടാണ് വരുന്നത്. വന്ന് ഞങ്ങൾ അവിടെ നിന്ന് കാർ എടുത്തുകൊണ്ട് വേണം ഞങ്ങളുടെ വീട്ടിലോട്ട് വരാൻ കേട്ടോ. അങ്ങനെ ഇതേ അക്കൂട്ടൻ ആമിക്കുട്ടി ഇട്ടിങ്ങനെ കറക്കി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേ അവർ അമ്മയുടെ അടുത്തോട്ട് അച്ഛൻ്റെ അടുത്തോട്ട് ഓടിപ്പോകുന്നുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്കുള്ള കുറച്ച് വീഡിയോസാണ്. അവിടെ ആയിരയിലൊന്നും ആരും ഇല്ല കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഞങ്ങൾ വിവാസിറ്റി വന്നിട്ട് പിന്നെ അവിടുന്ന് നമ്മുടെ കാറും എടുത്തുകൊണ്ട് നമ്മൾ തിരിച്ചിനി നമ്മുടെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ തന്നെ സമയം ഒരുപാടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 10:15 മണി അങ്ങോട്ട് ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 6 മണിക്ക് അവിടെ നിന്ന് വന്നതാണ്. അങ്ങനെ വീട്ടിൽ പോയി കഴിഞ്ഞ് ബാലൻസ് വീഡിയോസ് കാണിക്കാം കേട്ടോ. വീട്ടിൽ ഒരു സർപ്രൈസ് മാറിയിരിക്കുന്നുണ്ട് കേട്ടോ. അതെന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇക്കായ്ക്കുള്ളൊരു സർപ്രൈസാണ് കേട്ടോ. അതവിടെ ഒളിച്ചിരിപ്പുണ്ട്, അതവിടെ ഇരിക്കട്ടെ, നമുക്ക് പോകുമ്പോൾ കാണാം. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലോട്ട് വരികയാണ്. അവിടെ അമ്പലത്തിലൊക്കെ ഉത്സവമായത് കാരണമാണ് ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് നല്ല രസമാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഏരിയ ഫുള്ളും അമ്പലത്തിൽ ഉത്സവമാണ് കേട്ടോ. അത് കാരണം നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മുടെ 2 സൈഡിൽ ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മുടെ ആ ഒരു ഏരിയ തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. വീടിനടുത്ത് തന്നെ എത്തി കേട്ടോ. നമ്മുടെ വീട്ടിൽ ഞങ്ങൾ എത്തി. ഇതാണ് നമ്മുടെ ഏരിയയാണ്. ഞാൻ എപ്പോഴും നമ്മുടെ വീഡിയോസിലൊക്കെ ഇത് കാണിക്കാറുള്ളതാണ് കേട്ടോ. ഒരുപാട് പട്ടി നമ്മളെ കണ്ടപ്പോഴേക്കും ഓടി വരും. അപ്പോഴേക്കും 11 മണി ആയിട്ടുണ്ട് നമ്മളിവിടെ വന്നപ്പോഴേക്കും കേട്ടോ. അങ്ങനെ പിന്നെ കുറേ നേരം എല്ലാവരും വെളിയിൽ നിൽക്കുകയാണ്. ഇക്കയ്ക്ക് കുറേ ഫോണൊക്കെ ഉണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് വിളിക്കുകയാണ്. അകത്ത് കയറുമ്പോൾ റേഞ്ച് അധികം കിട്ടത്തില്ല. പിന്നെ ഞങ്ങൾ വന്ന് എല്ലാവരും ഒരു നന്നാരി സർബത്ത് അടിച്ചു കുടിച്ചു കേട്ടോ. അമ്മുവാണ് എല്ലാവർക്കും നന്നാരി സർബത്ത് ഉണ്ടാക്കി തരുന്നത്. പിന്നെ എല്ലാവരും വെളിയിൽ നിൽക്കുകയാണ് കുറേ നേരം. അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. ഒക്കെ പിന്നെ ഫോൺ ചെയ്യുകയാണ്. അക്കൂട്ടൻ ഇവിടെ പട്ടം പറത്തി കളിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം വന്ന് ഞാനിവൻ പട്ടം പറത്തുന്ന കണ്ടുകൊണ്ട് ഇവിടെ കുറേ നേരം നിന്നു. അമ്മു ഞങ്ങളെല്ലാം വെളിയിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇക്കായ്ക്ക് വേണ്ടി ഒരു സർപ്രൈസ് ഒരുക്കി ഞങ്ങളവിടെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇക്ക അറിയുന്നില്ല. ഇക്ക വെളിയിൽ നിന്ന് ഫോൺ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും എൻ്റെയും കിച്ചുവിൻ്റെയും അക്കുവിൻ്റെയും അമ്മുൻ്റെയും പ്ലാനിങ് ആയിരുന്നു. പിന്നെ അപ്പോൾ അങ്ങനെ ഞങ്ങളൊക്കെ 12 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കേക്ക് എടുക്കാമെന്ന് വിചാരിച്ച്. ഇന്ന് ഇക്കയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാ വർഷവും ഇതുപോലൊരു കേക്ക് കട്ട് ചെയ്യാറുള്ളതാണ് രാത്രി കേട്ടോ. അപ്പോൾ അതുപോലെ ഞങ്ങൾ ഈ പ്രാവശ്യം സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ച് കേക്കൊക്കെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഇക്ക വെളിയിൽ നിന്ന് എല്ലാവരോടും ഫോൺ ചെയ്യുകയാണ് കേട്ടോ. നമ്മുടെ സ്റ്റാഫിനെയൊക്കെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞങ്ങളിവിടെ പെട്ടെന്ന് കേക്കൊക്കെ എടുത്ത് വെക്കുകയാണ്. 12 മണി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മു ആണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് എല്ലാം വീഡിയോ എടുക്കുകയാണ് കേട്ടോ.
അക്കുവും ഇക്കായും കിച്ചും വെളിയിൽ തന്നെ നിൽക്കുകയാണ്. അവരോട് ഞങ്ങളുടെ കൂടെ കയറി വന്നാൽ ഇക്ക കണ്ടുപിടിക്കത്തില്ലെന്ന് വിചാരിച്ച് ഞങ്ങൾ അവരെ വെളിയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കിച്ചുവിനോട് പറഞ്ഞു ഇക്കായെ വിളിക്കാൻ വേണ്ടി പറയുകയാണ്. അങ്ങനെ കിച്ചുവിനെ പറഞ്ഞു വിട്ട് അപ്പോൾ ഇക്ക ഫോണൊക്കെ ചെയ്തിട്ട് കയറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ഇക്കയ്ക്ക് സർപ്രൈസ് ആയിട്ടുണ്ടായിരുന്നു. കാരണം ഇക്ക ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ കേക്ക് വാങ്ങി വെച്ചതൊക്കെ. അപ്പോൾ ഇക്ക ഞങ്ങളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എപ്പോഴാണ് ഈ കേക്കൊക്കെ വാങ്ങി വെച്ചത്, എന്നോട് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതൊക്കെയാണല്ലോ നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷം എന്ന് പറയുന്നത്. അതൊക്കെ നമ്മൾ എല്ലാ വർഷവും എല്ലാവരുടെയും ബർത്ത്ഡേ ആണെങ്കിലും കേക്കൊക്കെ കട്ട് ചെയ്യാറാണ്. ഇതൊക്കെയാണ് എൻ്റെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത്. ഇതുപോലുള്ള അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണുന്നവർ ബൈ ബൈ. താങ്ക്